വലിയ തോതിലുള്ള ഏതായാലും ഇന്ന് നേരം വെളുത്തത് തന്നെ ഇങ്ങനൊരു ഞെട്ടിപ്പിക്കുന്ന വിവരവുമായിട്ടാണ് അതിശക്തമായ അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാമാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നമ്മളിങ്ങനെ സമഗ്രമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഈ വാർത്ത സന്തോഷാണ് ആദ്യം ലോകത്തോട് ആ സമയമാണ് പുറത്തേക്ക് വരുന്നത്. നമ്മൾ ഈ വാർത്ത നൽകി 10 മിനിറ്റോളം ഞാൻ കാണുന്നുണ്ട്. 10 മിനിറ്റോളം സന്തോഷം നമ്മളോട് ഫോണിൽ സംസാരിച്ചതിന് ശേഷം മാത്രമാണ് മറ്റുള്ളവർക്ക് ഈ വാർത്തയിലേക്ക് പോകാൻ കഴിഞ്ഞത്. 5 മണിക്കാണ് പോലീസ് ജയിൽ അധികൃതർ ഇയാൾ മിസ്സായ കാര്യം അറിയുന്നത്. അപ്പോൾ തന്നെ അവരുടെ ആദ്യ ചിന്തയെന്ന് പറയുന്നത് ഈ ജയിൽ വളപ്പ് വളരെ വിശാലമാണ്, കുറെ കൃഷിയിടങ്ങളുണ്ട്, ഇതിനെവിടെയെങ്കിലും ഇടയ്ക്ക് ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നതായിരുന്നു. അപ്പോൾ അവിടെ പരിശോധന നടത്തുന്നു. അതേസമയം തന്നെ പോലീസിനെ അറിയിച്ചിട്ട് പുറത്തും പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. 5 മണിക്കാണ് പരിശോധന തുടങ്ങുന്നത്. അല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആലോചിച്ച് നോക്കൂ. ഇയാൾ എങ്ങനെ, അല്ലെങ്കിൽ ഇയാൾ ഈ ഒറ്റക്കയ്യൻ, ഇയാൾ ഈ മതിൽ ചാടി കടന്നു പോയതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയും സന്തോഷം പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സൗമ്യ കൊലക്കേസിന്റെ സമയത്തിന്റെ കേട്ടതാണ്. ഇയാൾക്ക് ചില അഭ്യാസ മുറകളൊക്കെ സവിശേഷമായിട്ട് അറിയാം. അതുകൊണ്ട് സ്വാധീനമില്ലെങ്കിലും അങ്ങനെയാണ് അന്ന് സൗമ്യനെ ഇയാൾ കീഴടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചായിരിക്കാം ഒരുപക്ഷെ രക്ഷപ്പെട്ടത്. വലിയ മതിലാണ്, നോക്കൂ, വലിയ മതിലാണ്. ഇത് കയറണമെങ്കിൽ സ്വാഭാവികമായും മറ്റൊരാളുടെ സഹായം വേണം എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അതിലൊരു വ്യക്തതയൊന്നും വന്നിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള പോലെ ഇത് വലിയ ഈ ജയിൽ മതിലിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗം നേരത്തെ തന്നെ ഇവരെ ഈ സെല്ലിൽ നിന്ന് പുറത്തിറക്കി ഈ പ്രഭാത കർമ്മങ്ങൾക്കും മറ്റ് ജീവപര്യന്തം തടവുകാരനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ജോലികൾക്കും മറ്റുമായിട്ടൊക്കെ വിനിയോഗിക്കുന്നുണ്ടാകാം. എങ്ങനെയായാലും ഈ കോമ്പൗണ്ട് ആകെ നിരീക്ഷിച്ച് ഈ മതിലിൻ്റെ തന്നെ ഏറ്റവും ചാടാൻ അയാൾക്ക്, പ്രതിക്ക് ഗോവിന്ദച്ചാമിക്ക് കോൺഫിഡൻ്റായി മതിൽ ചാടാം എന്ന് പറയുന്ന പോയിന്റ് കണ്ടെത്തി വെക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു. അതിൻ്റെ ആദ്യപടിയായി ഈ സെല്ലിൽ നിന്ന് പുറത്ത് കടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ആ സെല്ലിൻ്റെ അഴികൾ മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, കട്ടർ തയ്യാറാക്കുന്നു. അതൊക്കെ ഈ പറഞ്ഞതുപോലെ വലിയ അന്വേഷണത്തിലൂടെ തന്നെ അതിന് വ്യക്തത വരേണ്ട കാര്യങ്ങളാണ്. ഈ നമ്മളെ മതിലിൻ്റെ മുകളിൽ ഒരു ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്. അത് പക്ഷേ കുറേ നാളുകളായിട്ട് തകരാറിലാണ്. അപ്പോൾ അവന് കൃത്യമായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതിലൂടെ കറണ്ട് പോകുന്നില്ല എന്ന്. അതുകൊണ്ടാണ് അവിടെ തന്നെ പോയി ആ തുണി കെട്ടി ഇറങ്ങാൻ പറ്റിയത്. അതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഈ കട്ടർ എന്ന് പ്രയോഗിക്കുന്നത് നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഇലക്ട്രിക് കട്ടർ എന്നൊക്കെയുള്ള ആക്സോ ബ്ലേഡ് ആവും. ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച്, കാരണം ഈ സഹായിക്കാൻ വരുന്നവനും ജയിലിനകത്തെ ഒരു പ്രതിയെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് കഴിയുന്ന രീതിയിലേ അത് ചെയ്യുള്ളൂ. മറ്റുള്ളവരിലേക്ക് ശബ്ദമൊന്നും പോകരുത്. ഇത് കാരണം ഈ നിലയിൽ കൊടും ക്രിമിനലുകൾ ഈ നിലയിലൊക്കെ ഒരു വലിയ ജയിലിനെ പോലും ഭേദിക്കാൻ കഴിയും വിധത്തിലേക്കുള്ളൊരു മാനസികാവസ്ഥയുണ്ടാകും, ഒരു മാനസിക നിലയുണ്ടാകും. അതിനനുസരിച്ചുള്ള നിരന്തര നിരീക്ഷണം നടത്തിയിട്ടുണ്ടാകും. ആ നിരീക്ഷണങ്ങളിലൂടെ, ആ കോമ്പൗണ്ടിലൂടെ, ഏതു ഭാഗത്തിലൂടെ, ഈ മതിലിൻ്റെ ഏതു ഭാഗമാകും അല്പമെങ്കിലും തനിക്ക് മറികടക്കാവുന്ന വിധം ദുർബലം, ഏതു ഭാഗം അതിനായി സെലക്ട് ചെയ്യണം, തിരഞ്ഞെടുക്കണം എന്ന് കണ്ടെത്തി വെക്കുന്നു. അതിനനുസരിച്ച് പടിപടിയെ നമ്മൾ പലപ്പോഴും സിനിമകളിലൂടെയും മറ്റും, അല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ പലപ്പോഴും കണ്ടിട്ടുള്ളതുമല്ലേ, മെല്ലെ മെല്ലെ അറുത്തറുത്ത് വെക്കുക. എന്നാൽ ഈ ഇരുമ്പഴിയാണ്, അത്ര പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കുകയും ചെയ്യും ഒരുപക്ഷെ. അങ്ങനെ ഒരു രാത്രി കൊണ്ട് വേഗം ചെയ്തതുമാകണം എന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് അപ്പോൾ ഇതെല്ലാം സംഭവിക്കുമ്പോഴും പക്ഷേ അത് ജയിലധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വലിയ അനാസ്ഥ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്രയും CCTV ഉണ്ടെന്നേ, അത് ജയിൽ നിറച്ചും CCTV ആണല്ലോ, അത് മറികടന്നുകൊണ്ട് ചാടുക. അത് ബുദ്ധിപരമായി ഉപയോഗിച്ചത് എനിക്ക് തോന്നുന്നു മുൻഭാഗത്തെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതലായതുകൊണ്ട് തന്നെ പുറകുവശത്തേക്ക് വന്നത്. മുൻഭാഗത്ത് ഇറങ്ങിയാൽ നേരെ ദേശീയപാതയാണ്, ദേശീയപാതയോട് ചേർന്നാണ്, എളുപ്പത്തിൽ കയറി പോകാൻ പറ്റും. അല്ല, മാത്രമല്ല വേറെ തരത്തിൽ സമയം പുലർച്ചെ 1 മണിയാണ് എന്നൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തരത്തിൽ അവിടെ ശ്രദ്ധയുണ്ടാകുമോ, ചെന്ന ആളുകളുടെ മുമ്പിൽ പെടുമോ എന്നൊക്കെയുള്ള പ്രശ്നമുണ്ടാകും. പോലീസ് പട്രോളിംഗ് ഉണ്ടോ എന്ന് അറിയാൻ കഴിയില്ലല്ലോ, കാരണം ഇതെല്ലാം ഇവരുടെയും ആലോചനകളിൽ വരുന്ന കാര്യം. അപ്പോൾ ഏത് ഭാഗത്തുകൂടി കടന്നു പോകണം. ഇനി ഒരുപക്ഷെ അത് രണ്ടാമത്തെ ആലോചനയാണ്, കാരണം ഈ ജയിലിൽ നിന്ന് പുറത്ത് കടക്കുക അതിനേറ്റവും സഹായകരമാണ് എന്ന് ഈ പ്രതിക്ക് തോന്നുന്ന, ഗോവിന്ദച്ചാമിക്ക് തോന്നുന്ന സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. അതുവഴി പിന്നീട് അതിവേഗം മുമ്പ് പറഞ്ഞതുപോലെ